നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലിയാണ്. ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. ധാരാളം ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ്, കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ പിഗ്മെന്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. മുഖത്താണെങ്കിലും ശരീരത്തിന്റെ പല ഭാഗത്തും ആണെങ്കിലും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ കുറച്ച് സൊല്യൂഷൻസ് ഒക്കെ ക്രീമുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ പരത്തി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്കൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാകും. പക്ഷെ എന്നാലും വലിയ കംപ്ലീറ്റ് ആയിട്ട് മാറാത്ത ധാരാളം ആളുകളുണ്ട്. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ 5 സൊല്യൂഷൻസ് പറയുന്നുണ്ട്, 5 റെമഡീസ് പറയുന്നുണ്ട്. ഈ 5 റെമഡീസിന്റെയും ബേസ് ആയിട്ടുള്ള കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളുകൾ യൂസ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷന്റെ പ്രശ്നങ്ങൾ പെർമനന്റ് ആയിട്ട് വരെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന 5 സൊല്യൂഷനിൽ ബേസ് ആയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാനുള്ള കാരണം എന്താന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ വെളിച്ചെണ്ണയിൽ ലോറിക് ആസിഡ് അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നതിനും സ്കിന്നിൽ നിന്ന് റിപ്പയർ ചെയ്യാനും പിഗ്മെന്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാനും വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു കഴിവുണ്ട്. ഇത് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പൊ ഞാനിവിടെ ഈ പറയുന്ന 5 റെമഡീസ് ഓരോ സ്കിൻ ടൈപ്പ്, ഞാനിവിടെ സ്കിൻ ടൈപ്പും പറയുന്നുണ്ട്. അതിൽ ഏത് സ്കിൻ ടൈപ്പ് ആണ് നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോം റെമഡി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എത്ര നാള് യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം അതും ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു പിഗ്മെന്റേഷന്റെ പ്രശ്നം കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടൊക്കെയാന്ന് നോക്കി കഴിഞ്ഞാൽ, ഈ സൺ ഡാമേജ് കൊണ്ട് ഉണ്ടാകും. ഡെലിവറിക്ക് ശേഷമൊക്കെ കോമൺ ആയിട്ട് പല സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ്. മുഖക്കുരു വരുന്ന സമയത്തും സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക. അത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ഈവൻ ഹോർമോൺസിന്റെ ഇംബാലൻസ് കൊണ്ടും സ്കിന്നിൽ പിഗ്മെന്റേഷൻ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. അപ്പൊ നമ്മൾ ഇനി റെമഡീസിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഒന്നാമത്തെ റെമഡിയാണ് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നാരങ്ങ നീരും. ഈ രണ്ട് കോമ്പിനേഷനിൽ നാരങ്ങാനീരിന്റെ ഒരു ഉപയോഗം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണുള്ളത്. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ ഒക്കെ നല്ല എഫക്റ്റീവ് ആയിട്ട് കുറയ്ക്കാനായിട്ട് നാരങ്ങാനീരിന് വളരെയധികം കഴിവുണ്ട്. വൈറ്റമിൻ സി വളരെയധികം ലോഡഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഈ ഒരു റെമഡി നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നു, നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് സൺസ്ക്രീൻ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ നാരങ്ങാനീരൊക്കെ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിൻ ഒന്ന് സെൻസിറ്റീവ് ആവാനായിട്ടുള്ള വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴൊക്കെ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് പോകാനായിട്ട് നോക്കുക. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, 1 ടീസ്പൂൺ നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കുക, 1 ടീസ്പൂൺ നാരങ്ങാനീരും, രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എവിടെയാണ് നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നിങ്ങൾ കുറച്ചു നേരം ഫേസിലേക്ക് വിടുക. എന്നിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്ന സമയത്ത് സോപ്പും അതൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും കടലമാവ് പോലെയുള്ള കാര്യങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 മുതൽ അല്ലെങ്കിൽ 3 വട്ടം വരെ, കൂടുതലായിട്ട് ഡെയിലി യൂസ് ചെയ്യേണ്ട, ആഴ്ചയിൽ 2-3 വട്ടം മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ആഴ്ച നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഡാർക്ക് സ്പോട്സിന് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളിവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാനുള്ള മെയിൻ ഒരു കാരണം, ഈ നമ്മുടെ നാരങ്ങയുടെ നീരിൽ കുറച്ചൊരു വീര്യം കൂടുതലായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഫേസിന് നന്നായിട്ട് ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ബാലൻസ് ആയിട്ട് സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കാനും നിങ്ങളുടെ സ്പോട്സിനെ നന്നായിട്ട് കുറയ്ക്കാനും സാധിക്കും. അപ്പൊ ആദ്യത്തെ ഒരു കോമ്പിനേഷൻ ആണ് വെളിച്ചെണ്ണയും നാരങ്ങ നീര്. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ റെമഡി ഉണ്ടല്ലോ, കൂടുതലും ഒരു ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇനി രണ്ടാമത്തെ റെമഡി കണ്ടു നോക്കുകയാണെങ്കിൽ, കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ മഞ്ഞൾ കൂടുതലും കസ്തൂരി മഞ്ഞളായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള റെമഡിയാണ്. കൂടുതലും ഇതൊരു ഡ്രൈ ടു അല്ലെങ്കിൽ നോർമൽ സ്കിന്ന് അവർക്കാണ് കൂടുതലും സൂട്ട് ആവുക. അപ്പൊ ഈ ഒരു മഞ്ഞൾ എന്ന് പറയുമ്പോൾ അതിൽ കുർക്കുമിൻ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ കുറയ്ക്കുക, അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണിന് നന്നായിട്ട് മാനേജ് ചെയ്യാനും മഞ്ഞളിലും നല്ല കഴിവുള്ളത് കൊണ്ട് ഈ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, 1 ടീസ്പൂൺ നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഈ മഞ്ഞളിന്റെ പൊടി, കസ്തൂരി മഞ്ഞളാണെങ്കിൽ എഗെയിൻ ഞാൻ പറയാണ് നല്ലതായിരിക്കും. അത് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫേസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണോ ഡാർക്ക് സ്പോട്സ് അല്ലെങ്കിൽ കറുത്ത പാടുകൾ ഉള്ളത് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 20 മുതൽ 30 മിനിറ്റ് നേരം വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. എഗെയിൻ ഞാൻ പറയുന്നു, ഇവിടെ ഞാൻ എന്തൊക്കെ റെമഡീസ് യൂസ് ചെയ്യുന്നുണ്ടോ അത് വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾ കൂടുതലും വീര്യമുള്ള സോപ്പിനേക്കാളും ഫേസ് വാഷിനേക്കാളും പകരം നിങ്ങൾ ഈ കടലമാവ് അല്ലെങ്കിൽ ചെറുപയർ പൊടി ഉണ്ടല്ലോ, അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഫേസ് വാഷ് ചെയ്യാനും കൂടി നോക്കുക. എഗെയിൻ രാത്രി അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം. ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ മൂന്നാമത്തെ റെമഡിയിലേക്ക് കിടക്കണമെങ്കിൽ വളരെ സൂത്തിങ് ആയിട്ടുള്ള റെമഡിയാണ്. മറ്റൊന്നല്ല, വെളിച്ചെണ്ണയും അതുപോലെ തന്നെ അലോവേറ ജെല്ലും. കൂടുതലും ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടോണിന് വളരെയധികം ബെസ്റ്റ് ആയിട്ടുള്ള റെമഡി കൂടിയാണ് കേട്ടോ.
അലോവേറ ജെൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം ഫ്രഷ് ആയിട്ടുള്ള കിട്ടുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു മാർഗ്ഗമില്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അലോവേറ ജെല്ലും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യും ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ അതുപോലെ തന്നെ അലോവേറ ജെല്ലും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എവിടെയാണ് പിഗ്മെന്റഡ് ആയിട്ടുള്ള ഭാഗം ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഫുൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഫുൾ ഡേ നൈറ്റും അങ്ങനെ ഫേസിൽ ഇങ്ങനെ വിടാൻ കുഴപ്പമൊന്നുമില്ല. കൂടുതൽ മാക്സിമം 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഫേസിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഡെയിലി നൈറ്റ് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു കാര്യം കൂടിയാണ്. വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു ഫേസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു കാര്യം കൂടിയായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ അടുത്തൊരു കോമ്പിനേഷൻ ആണ് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ സ്കിന്നിന് ഇടല്ല. വൈറ്റമിൻ ഇ കൂടുതലും നമ്മുടെ സ്കിന്നിൽ ഇലാസ്റ്റിസിറ്റിനെ നന്നായിട്ട് കൂട്ടുന്നതിനും സ്കിന്നിന് നന്നായിട്ട് റിപ്പയർ ചെയ്ത് വെക്കാനും വളരെയധികം സഹായിക്കും. ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളുകൾക്ക് നല്ലധികം സേഫ് ആയിട്ടുള്ള ഒരു റെമഡി കൂടിയാണിത്. അതുപോലെ നിങ്ങളുടെ ഫേസിൽ ഇപ്പൊ ചുളിവുകൾ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ ഒരു റെമഡി കൂടുതലും സേഫ് ആണ്. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് 1 ക്യാപ്സ്യൂൾ നമ്മൾ വൈറ്റമിൻ ഇയുടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഫുൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, ജെന്റിൽ ആയിട്ടൊന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ നൈറ്റ് ഇങ്ങനെ വിടാം, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വരെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ 2 മുതൽ 3 മാസം വരെ ഉപയോഗിച്ചാൽ തന്നെ നല്ലൊരു മാറ്റം, അതായത് സ്കിൻ ഒരു സൂത്ത് ആയിട്ടുള്ളത് പോലെ ഒരു വളരെയധികം ക്ലിയർ ആയിട്ടുള്ളത് പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡ്രൈ സ്കിൻ അതുപോലെ തന്നെ റിങ്കിൾസ് വരുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഇനി നമ്മുടെ അവസാനത്തെ കോമ്പിനേഷൻ ആണ് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ തേനും. ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, ഈ 3 പേർക്കും ഒരുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കണം, നിങ്ങളുടെ സ്കിന്നിന്റെ ഡൾനെസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് പറഞ്ഞ തേനിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതൊന്ന് മോയ്സ്ചർ ആക്കി വെക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ഫേസിനൊക്കെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കുകയും ചെയ്യും. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ നമ്മൾ തേൻ എടുക്കുക, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഈക്വൽ പ്രൊപ്പോർഷനിൽ എടുക്കുക. എന്നിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഫേസിൽ വെക്കുക. എന്നിട്ട് ഒരു 15 മുതൽ എന്നിട്ട് ശേഷം കുറച്ചൊരു ഇളം ചൂടുള്ള വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വിടാം. രാത്രി യൂസ് ചെയ്യുന്നതായിരിക്കും എല്ലാം കൂടുതൽ ബെറ്റർ. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ റെമഡീസും കൂടുതലും നിങ്ങൾ രാത്രി യൂസ് ചെയ്ത് കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ഒരു റെമഡി തേനിന്റെയും വെളിച്ചെണ്ണയുടെയും കോമ്പിനേഷൻ ആഴ്ചയിൽ 2 മുതൽ 3 വട്ടം വരെ അത്രയും യൂസ് ചെയ്താൽ മതി. കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിലുള്ള ഒരു ഡൾനെസ് തീർച്ചയായിട്ടും മാറുന്നതായിരിക്കും. അപ്പൊ ഇതും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള 5 കോമ്പിനേഷൻസ് ആണ് കൂടുതലും നമ്മുടെ സ്കിന്നിൽ പിഗ്മെന്റേഷൻ, ഈ ഡിസ്കളറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള റെമഡീസ്. അപ്പൊ നിങ്ങൾ നോക്കുക ഇതിൽ നിങ്ങളുടെ ഫേസിൽ സൂട്ട് ആവുന്നത് ഏത് റെമഡിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റെമഡി കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, അതുപോലെ തന്നെ ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഈ അറിവ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.